മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ യുവജന സംഘടനകൾ നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ഇന്നും സംഘർഷം. യുവമോർച്ച RYF പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് മാർച്ചിന് നേരെയുണ്ടായ ലാത്തിച്ചാർജിൽ കന്റോൺമെന്റ് SIക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി DGPക്ക് പരാതി നൽകി. PV അൻവർ MLAയുടെ ആരോപണത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് BJPയുടെ യുവജന സംഘടന പ്രക്ഷോഭ രംഗത്തിറങ്ങുന്നത് ഇതാദ്യം. സമരഗേറ്റിലേക്ക് എത്തവേ തന്നെ ബാരിക്കേഡ് ഭേദിക്കാൻ ശ്രമം. കൊടികൾ പോലീസിനു നേരെ വലിച്ചെറിഞ്ഞു. പോലീസ് നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചു. സെക്രട്ടേറിയറ്റ് മുതൽ ചാടിക്കടക്കാനുള്ള യുവമോർച്ച പ്രവർത്തകരുടെ ശ്രമം പോലീസ് തടഞ്ഞു. പോലീസ് ലാത്തിക്ക് കുത്തിയെന്നാരോപിച്ച് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റു. യുവജന സമരങ്ങളെ അടിച്ചമർത്താമെന്ന് പിണറായി വിജയൻ മോഹിക്കുന്നു എങ്കിൽ നാളെ ഈ സമരം പിണറായി വിജയന്റെ ക്ലിഫ് ഹൗസിന് മുന്നിലേക്ക് നമുക്ക് മാറ്റേണ്ടി വരും എന്നതിൽ തർക്കമില്ല. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് RYF സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചും സംഘർഷത്തിൽ കലാശിച്ചു. ബാരിക്കേഡിന് മുകളിൽ കയറി വാഴ ഉയർത്തിക്കാട്ടിയായിരുന്നു RYFന്റെ പ്രതിഷേധം. ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിക്ക് ഒരു നിമിഷം ആ കസേരയിൽ തുടരാൻ അവകാശമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. SDPI നടത്തിയ മാർച്ചിനു നേരെയും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കന്റോൺമെന്റ് SI ജിജുകുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി ആഭ്യന്തര സെക്രട്ടറിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകി. 24 തിരുവനന്തപുരം.